ഹായ് പ്രിയപ്പെട്ടവരെ, പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ചില കാര്യങ്ങൾ നമ്മൾ സ്പോട്ടിൽ പറഞ്ഞിട്ടില്ലെങ്കിലേ അത് ശരിയാവില്ല, പിന്നെ മറന്നുപോകും, പിന്നെ അതിന്റെ വീര്യം കുറയും. നമ്മളെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി മുരളീധരൻ പറഞ്ഞത് വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനാവണം ആരോഗ്യമന്ത്രി, കൃത്യമായിട്ട് ഇടപെടൽ നടത്തണം. ഓക്കെ, അതൊന്ന് കേട്ടോക്കിട്ടാണ്. ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാം, ഓക്കെ. ആരോഗ്യമന്ത്രിയായ പ്രിയപ്പെട്ട നമ്മളുടെ ശ്രീ മുരളീധരൻ അവർകളെ ഹോസ്പിറ്റലിനകത്ത് നിന്നല്ല, ആ ഹോസ്പിറ്റലിന്റെ പുറത്തും ആരോഗ്യ മേഖലയുടെ അകത്തും പുറത്തുമുള്ള എല്ലാ കാര്യങ്ങളും 5 വർഷങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ചു. നിങ്ങളത് കൃത്യമായിട്ട് ചെയ്താൽ മതി. ഞങ്ങൾക്ക് അതേ ആഗ്രഹമുള്ളൂ. മനസ്സിലായോ? അതിനാണ് ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് മന്ത്രിസഭയിൽ നിങ്ങളെ അതിൽ ആപ്റ്റാണ്, എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ ഈ പറയുന്ന ആരോഗ്യമേഖല കൊണ്ടു നടക്കുമെന്നുള്ള ഉദ്ദേശത്തിലാണ് മന്ത്രിസഭ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളിത് അകത്ത കാര്യമല്ല, പുറത്തെ കാര്യം, ആരോഗ്യമേഖല എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിശ്വാസത്തോടെ ഏൽപ്പിച്ചിട്ട് ഇനി പറഞ്ഞോളി. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ അകത്തല്ല പുറത്തും നിങ്ങൾക്ക് ഉത്തരവാദിത്തം. അകത്ത് മാത്രം ഉത്തരവാദിത്വം, പുറത്തും ഹോസ്പിറ്റൽ കോമ്പൗണ്ട്, ഹോസ്പിറ്റൽ പരിസരം, വളപ്പും എല്ലായിടത്തും നിങ്ങൾ ഉത്തരവാദിത്വം. നിങ്ങളെ കണ്ണപ്പോഴും വേണം. ഇതുപോലെ തന്നെ ഈ ഭക്ഷണം കൊടുക്കുന്നതിൽ കാണിക്കുന്ന ശുഷ്കാതിയും അതിനോട് അനുബന്ധ കാര്യങ്ങൾ പോലെ തന്നെ ആരോഗ്യ മേഖല എല്ലാ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഇടപെടണം. നമുക്ക് വലിയ ആഗ്രഹങ്ങളെ കാര്യത്തിൽ വളരെ പ്രതീക്ഷ ഉണ്ട് നിങ്ങളിൽ. ഇതുവരെയുള്ള 10 കൊല്ലത്തെ ആരോഗ്യമന്ത്രിമാരില്ല. നിങ്ങളാരെങ്കിലും ഞങ്ങൾ നല്ല വിശ്വാസം ഉണ്ടെന്ന് വെച്ച ബാക്കി പറയും. ഞങ്ങൾ ആദ്യഘട്ടം ആലപ്പുഴ, എന്താണ് എന്താണെന്നറിയോ? ആദ്യഘട്ടം ആലപ്പുഴ കമ്മ്യൂണിറ്റി കിച്ചന്. അപ്പം ഞങ്ങള് ആരോഗ്യ മേഖലയിലുള്ള മന്ത്രിസഭയിൽ അല്ല, ഞാനടക്കമുള്ള ആളുകളെ തീരുമാനമാണ് കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തിയിട്ട് അവിടെ വരുന്ന കൂട്ടിരിപ്പുകാർക്കും അവിടെ ഉള്ള രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണല്ല ഈ കമ്മ്യൂണിറ്റി കിച്ചൺ നടന്നത്. നല്ല കാര്യമാണ്, ഇതൊക്കെ തന്നെ വേണ്ടത്. നിങ്ങളൊക്കെ അത്രയും ചെയ്ത അത്ര നന്മ പ്രവർത്തനം ആരോഗ്യ മേഖലയിൽ നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളെ പൈസ എടുത്തിട്ടില്ല ഞങ്ങൾക്കല്ല. ഞങ്ങളെ ആരോഗ്യ മേഖലയിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും ഞങ്ങൾ തരം നികുതി പണം കൊണ്ട് നിങ്ങളെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ഹെൽത്ത് മന്ത്രി തന്നെ, മിനിസ്റ്റർ തന്നെ, ഒക്കെ ബാക്കി പറഞ്ഞോളി. ഞങ്ങൾ ചില സന്നദ്ധ സംഘടനകളായിട്ട് ചർച്ച നടത്തുന്നുണ്ട്, അതനുസരിച്ച് തീരുമാനം എടുക്കും. എന്തിനാ സന്നദ്ധ സംഘടനയായിട്ട് എന്തിനാ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? സന്നദ്ധ സംഘടനയാണ് ഇപ്പൊ ഡിവൈഎഫ്ഐ പോലുള്ള എല്ലാതും. അപ്പോ സന്നദ്ധ സംഘടന അല്ല, ഗവൺമെന്റിൽ കിട്ടുന്ന ഇൻകം കൊണ്ട് ഈ ആരോഗ്യ മേഖലയിലേക്ക് ഒരു ചുരുങ്ങിയൊരു 40% കിട്ടുന്ന ഇൻകം ചെലവാക്കിയാൽ ഈ പറയുന്ന ആരോഗ്യ മേഖല ഉഷാറായി, സമൂഹത്തിന് ഉപകാരപ്രദമായി, നല്ല കാര്യമായി. ബാക്കി പറയും. ഹോസ്പിറ്റൽ വളപ്പില് ആരും കയറാൻ സമ്മതിക്കില്ല. എന്ത് വർത്താന്? ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറ്റില്ല എന്ന് പറയാം, അങ്ങനെ പറയരുത്. ഹോസ്പിറ്റൽ വളപ്പില് എല്ലാരും വേണം. കാരണം എന്താണെന്നറിയോ? ഇവിടെ ഒരു പ്രളയം വന്ന്, ഇവിടെ ഒരു കോവിഡ് വന്ന്, മഹാമാരി. ആ സമയത്തൊന്നും ഇവിടെ ആരും ഇത്തരം ഡയലോഗ് ഒന്നും കാച്ചില്ല. കാരണം എന്താ അറിയോ? ഇത് ചില വിഷയത്തില് ഞങ്ങൾക്കൊക്കെ അറിയാം, മന്ത്രിസഭയ്ക്ക് എന്നുള്ള ഭരിക്കുന്നവർക്ക് കൂട്ടിയാൽ കൂടൂല എന്നുള്ളത്. പ്രളയം വന്ന് ചൂരൽമലയിലൊക്കെ അവിടെയും രാഷ്ട്രീയക്കാർക്ക് കൂട്ടിയാൽ കൂടാത്തത് തന്നെയാണ് സമൂഹം ഏറ്റെടുത്തത്, സന്നദ്ധ സംഘടനകൾ ഏറ്റെടുത്ത്, രാഷ്ട്രീയ സംഘടനകൾ ഏറ്റെടുത്തത്. അപ്പോ ഇനി ബാക്കി പറഞ്ഞോളി. നമുക്ക് കേൾക്കാതെ നിങ്ങൾ നല്ല മനുഷ്യനാണ്, പക്ഷെ നിങ്ങളുടെ ഇടയിൽ എന്തോ ഒരു കുത്തിത്തിരിപ്പ് കയറിക്കണം. ബാക്കി പറഞ്ഞോളി. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് അതിന് കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അത് പറയല്ല പൊന്നാരന്റെ പിന്നെ മിസ്റ്റർജി, നിങ്ങൾ അങ്ങനെ പറയല്ല. ഇതുവരെ അവര് കൊടുത്തത് എന്റെ അനുഭവമുണ്ട്. തിരൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഈ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന, ഡിവൈഎഫ്ഐ എന്റെ പാർട്ടിയോ അല്ലെങ്കിൽ ഞാൻ പിന്നെ മെമ്പർഷിപ്പ് ഉള്ളതൊന്നല്ലട്ടാ, ഡിവൈഎഫ്ഐ പ്രവർത്തിക്കുന്ന കൊടുക്കുന്ന പൊതിച്ചോറുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അനുഭവിച്ചതാ. ഒരു 10-15 ദിവസം എന്റെ ഭാര്യയുടെ പിതാവ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ മെഡിക്കൽ ഈ തിരൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ലോണം അവിടെ ഞങ്ങൾ നോക്കിക്കണ്ടതാ. നല്ല നല്ല പൊതിച്ചോറ്, പല വിഭവ സമൃദ്ധമായ ഒരുപാട് പൊതിച്ചോറ്, പലർക്ക് പല വെറൈറ്റി. അത് എങ്ങനെയാണെന്നറിയോ?
ഓരോ വീട്ടുകാരും മനസ്സറിഞ്ഞ് ഉണ്ടാക്കിയിട്ട് ആ വീട്ടുകാര് പട്ടിണിയാണെങ്കിൽ പോലും ഈ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ചപ്പാത്തിയും ദോശയും പൊറാട്ടയും ചോറും ബിരിയാണിയും മീൻ വറുത്തതും കറിയുമായിട്ട് നല്ല രീതിയിൽ അതിഥിയെ സൽക്കരിക്കുന്ന പോലെ ഡിവൈഎഫ്ഐക്കാര് ഓരോ വീട്ടിലും കയറിയിട്ട് വാങ്ങി കൊണ്ട് കൊടുക്കുന്നു. അതിനെന്തിനാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കണ്ണുകടി? അത് വേണ്ടല്ലോ. കോൺഗ്രസ്സുകാരും കൊടുത്തോളി, നമ്മൾ സ്വാഗതം ചെയ്യാം. ഇങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റുള്ളവർ ചെയ്യാൻ പാടില്ല എന്നുള്ള അത് ശരിയാണ്, അത് കുരിഷ്ടിയല്ലേ. പിന്നെ നിങ്ങൾ രാഷ്ട്രീയക്കാർ കയറാൻ പാടില്ല. സുഹൃത്തെ പൊന്നാര നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീ മുരളിയേട്ട, ഇത് ഇങ്ങനൊന്നും പറയല്ല. രാഷ്ട്രീയക്കാരുണ്ടായതിന് രാഷ്ട്രീയം ഉണ്ടാവുള്ളൂ. രാഷ്ട്രീയം ഉണ്ടായതിന് ഇവിടെ നമ്മളെ ഈ ഭരണം നടക്കുള്ളൂ. ഇതൊക്കെ നമുക്ക് അറിഞ്ഞൂടെ? ഈ ഹോസ്പിറ്റലിൽ ഡിവൈഎഫ്ഐന്റെ കൊടിയോ മണ്ണാങ്കട്ടെ അവര് പേര് എഴുതി കൊണ്ട് കൊടുത്താൽ എന്താണ് തെറ്റ്? അർഹിക്കുന്നവർക്ക് അവിടെ ഡിവൈഎഫ്ഐക്ക് വോട്ട് ചെയ്തവർക്ക് അല്ല മാർക്സിസ്റ്റിന് വോട്ട് ചെയ്തവർക്ക് അവർ ചോറിന് കൊടുക്കുക. അവിടെ ലീഗും മാർക്സിസ്റ്റും കോൺഗ്രസും BJPയും RSSും സുന്നിയും മുജാഹിദും ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും മതമില്ലാത്തവരൊക്കെ സുഖമില്ലാതെ കെടുക്കുമ്പോ ഡിവൈഎഫിന്റെ ചോറ് പൊതിച്ചോറ നമുക്ക് വേണ്ട. ഇതൊന്നും ആരും പറയില്ല സഹോദര. അവിടെ ആരാണോ ഭക്ഷണം കൊടുക്കുന്നത് അത് വാങ്ങി തിന്നു. അതുകൊണ്ട് ഇജാതി ഡയലോഗൊന്നും കാച്ചിട്ട് സ്വയം എന്താവല്ല, നിങ്ങൾ ചെറുതാവല്ലേ. നിങ്ങളോട് വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നത്, മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്റെ ഒരു ബന്ധുവിനെ പണമില്ലാത്തതിന്റെ പേരിൽ തലച്ചോറിൽ ക്യാൻസർ ബാധിച്ചിട്ട് ഒരു 1.5 മാസം മുമ്പ് ഗതിയില്ലാത്തതുകൊണ്ട്, ഇന്നലെ അഭിമാനികളാണ്, ഉള്ളവരായിരുന്നു, ആ നാട്ടിലെ പ്രമാണികളായിരുന്നു. എന്നാൽ ഇന്ന് സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു വളരെ പ്രയാസപ്പെടുമ്പോൾ അഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവര് ഇവിടെ ഇക്രയിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ 6-7 ലക്ഷം രൂപ ആ ക്യാൻസർ ബാധിച്ച തലച്ചോറിന്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്യാനും മറ്റ് അനുബന്ധ ചികിത്സയ്ക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ കാശില്ലാത്തതുകൊണ്ട് ചാരിറ്റിക്കാരെ മുന്നിൽ കൈനീട്ടാൻ അഭിമാനം പണയപ്പെടുത്താൻ പറ്റാത്തതിന്റെ പേരിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ എന്റെ സുഹൃത്തു കൂടിയായ MA നാസർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അവിടെ കൊണ്ടുപോകുകയും അവിടെ 1.5 മാസ ദുരന്തം എന്ന് ദുരിതം അനുഭവിച്ചുകൊണ്ട് ഓപ്പറേഷൻ നടത്തുകയും ചെയ്ത് ആ ഓപ്പറേഷന് ഗതിയില്ലാത്ത ഒരു രൂപ പോലും മെഡിക്കൽ കോളേജിൽ ചെലവില്ല എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടുപോയിട്ട് അവർക്ക് 85,000 രൂപ ആ ഹോസ്പിറ്റലിൽ ചെലവ് വന്നിട്ടുണ്ട്. ഓരോ ടെസ്റ്റുകളും ഓരോ സാധനം പറഞ്ഞിട്ട് പുറത്തുനിന്ന് അവരെ ഭക്ഷണത്തിനും മറ്റും അനുബന്ധമായി 10-15,000 രൂപ, അങ്ങനെ 1,10,000 രൂപ അവർക്ക് അവിടെ ചെലവുണ്ട്. കൊട്ടിഘോഷിക്കുന്ന നിങ്ങളൊക്കെ ഓരോ ഭരണാധികാരികളും കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ, മെഡിക്കൽ കോളേജ് ഞങ്ങളൊക്കെ ഫെസിലിറ്റി ആക്കി, ഞങ്ങൾക്ക് ഗവൺമെന്റ് എല്ലാ സംവിധാനം ഒരുക്കിയെന്നൊക്കെ. സുഹൃത്തുക്കൾക്ക് നിങ്ങളൊക്കെ അങ്ങനെ പറയാ. നിങ്ങൾക്ക് ഓണറേറിയം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളവും, മുതലാളിമാർക്ക് ഇവിടെ വലിയ വലിയ കുത്തക ഹോസ്പിറ്റലുകളും, നിങ്ങൾക്ക് വല്ല അനുബന്ധ അസുഖങ്ങളോ ചെറിയ പനി വന്നാൽ വിദേശ രാഷ്ട്രത്തേക്കൊക്കെ കൊണ്ടുപോയത് ഞങ്ങളെ നികുതിപ്പണമാണ്. ഈ വോട്ട് ചെയ്ത ഞങ്ങളെപ്പോലത്തെ രാഷ്ട്രീയം നോക്കാതെ ഞങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ മെഡിക്കൽ കോളേജുകളും അതുപോലെ ജില്ലാ ഹോസ്പിറ്റലും അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റലും ഒന്ന് വിപുലീകരിക്കും. നിങ്ങളൊന്ന് തിരൂര് ഹോസ്പിറ്റലിലോട്ട് പോവാ. ജില്ലാ പഞ്ചായത്തിന് കീഴിലാണ് ഈ ജില്ലാ ഹോസ്പിറ്റൽ കിടക്കുന്നത്. തിരൂരിലുള്ള മുഴുവൻ ആളുകളും ആശ്രയിക്കുന്ന ആ ഹോസ്പിറ്റലിന്റെ അവസ്ഥ ഒന്ന് വന്ന് നോക്കിയേ. ആ ഹോസ്പിറ്റലിൽ എത്ര ഡോക്ടർമാർ ഡ്യൂട്ടി എടുക്കുന്നുണ്ട്, മാസത്തിൽ എത്ര ദിവസം എടുക്കണ്ടെന്ന് നോക്കിയേ. ഈ ഡോക്ടർമാർക്കൊക്കെ നിങ്ങൾ വലിയ ഒരു ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കുന്നില്ലേ? എത്ര മണിക്കൂർ അവിടെ ഡ്യൂട്ടി എടുക്കുന്നത്? ഈ ഡ്യൂട്ടി എടുക്കുന്ന ഡോക്ടർമാർ തന്നെ പാവ രോഗികളോട് കാണിക്കുന്ന അനീതികളും അവരോട് കാണിക്കുന്ന ഷൗട്ടും അവരോട് കാണിക്കുന്ന വെറുപ്പും നിങ്ങളൊന്ന് നോക്കിയേ. പരിശോധിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത, എന്നാൽ ഇവര് പ്രൈവറ്റ് ആയിട്ട് ഇവര് ഈ ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് ഉച്ചശേഷം ഇവര് ഇരുന്നിട്ട് കാശുണ്ടാക്കുന്നുണ്ട്. ഇവര് 55-56 വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങളെ നികുതി പണം കൊണ്ട് തന്നെ നിങ്ങൾ ഇവർക്ക് ഇത് കൊടുക്കും, പെൻഷൻ കൊടുക്കും, ലക്ഷക്കണക്കിന് രൂപ. ഈ ഗവൺമെന്റിന്റെ ഖജനാവ് കട്ടുമുടിക്കുന്ന ഇത്തരം പ്രവണതകളിലൊക്കെ ഒരു കൂച്ചുവിലം ഇടണം. അതാണ് ചെയ്യേണ്ടത്. ഡിവൈഎഫ്ഐക്കാർ കൊടുത്ത ഭക്ഷണത്തിനെ കൊച്ചാക്കി കാണിച്ചുകൊണ്ട് അതോടുകൂടി നിങ്ങളെ പ്രവർത്തനം കൊച്ചാകുമോ അല്ലെങ്കിൽ നിങ്ങളെ ഭരണം പോകുമോ എന്നൊന്നും ചിന്തിക്കല്ലേ. ആ ഭക്ഷണം എല്ലാ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും കഴിക്കുന്നുണ്ട്. ഈ ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളും ഈ ഡിവൈഎഫ്ഐന്റെ ഈ പൊതിച്ചോറിലേക്ക് ആളുകൾ ദാനം ചെയ്യുന്നുണ്ട്. മനസ്സറിഞ്ഞ് കൊടുക്കുന്നുണ്ട്.
അതിനെ തുരങ്കം വെക്കല്ല പ്രിയപ്പെട്ട എന്റെ മുരളിയേട്ട. പ്ലീസ് സ്നേഹപൂർവ്വം പറയാൻ നിങ്ങളൊക്കെ കുറച്ച് ക്വാളിറ്റി ഉള്ള മനസ്സിലാന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ മിന്നൽ പരിശോധന നടത്തണം. മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ ജില്ലാ ഹോസ്പിറ്റലുകളും താലൂക്ക് ഹോസ്പിറ്റലും ഒക്കെ ഒന്ന് പരിശോധിക്കുക. അവിടെ കിടക്കുന്ന ബെഡും അവിടെ കിടക്കുന്ന കട്ടിലേയും അവിടെ കിടക്കുന്ന നമ്മളെ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റാൻ കൊടുക്കുന്ന ഒരു കുന്ത്രാണുണ്ടല്ലോ, അതൊക്കെ ദ്രവിച്ചിക്കണ കക്കൂസും ക്ലോസറ്റൊക്കെ വൃത്തിയുണ്ടോ? അവർക്ക് അവിടെ കിടക്കുന്നവർക്ക് കുറച്ച് ആശ്വാസമുണ്ടോ? പൊന്നാർ ചങ്ങാതിയോ സീരിയസ് ആയി കിടക്കുന്ന അല്ലെങ്കിൽ രോഗം കൊണ്ട് കിടക്കുന്ന രോഗികളെ കൂട്ടിരിപ്പേര് ചിലപ്പോ ഭാര്യ നിൽക്കേണ്ടി വരും ജനറൽ വാർഡില് ഭർത്താവിനെ സംരക്ഷിക്കാൻ ശുശ്രൂഷിക്കാൻ. ആ ഭർത്താവിന് ആ ഒരു പ്രൊട്ടക്ട് ചെയ്യാൻ ഒന്ന് മൂത്രയിക്കാൻ കൊണ്ടാൻ പറ്റില്ലെങ്കിൽ അവിടെ ഇരുന്ന് മൂത്രയിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. വലിയ പ്രയാസത്തിലാണ്. അത് നിങ്ങൾ ഇതൊക്കെ ഒന്ന് വിപുലീകരിച്ച് പെയിന്റൊക്കെ അടിച്ച് ഒരു ഫെസിലിറ്റി, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പവറൊക്കെ ഉണ്ടാക്കി അതിന് നിങ്ങൾ ഏകദേശം നിങ്ങൾ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ ഹെൽത്ത് മനുഷ്യനുണ്ടായിട്ടല്ലേ ഇവിടെ ലോകം മറ്റുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളൂ. മനുഷ്യൻ നശിച്ചിട്ട് ഇവിടെ എന്താ ആവശ്യം? അതുകൊണ്ട് ഇത്തരം ബാലിശമായ വാർത്തകൾ കൊടുക്കാതെ ആളാവാതെ പ്ലീസ് നിങ്ങൾ ചെയ്യേണ്ട ഈ പറയുന്ന ഡിവൈഎഫ്ഐക്കാർ കൊടുക്കുന്ന മാതിരി എല്ലാ സംഘടനകളും, കോൺഗ്രസ് ആയാലും ലീഗായാലും, ലീഗിന്റെ CH സാഹിബിന്റെ പേരിൽ ഇവിടെ കഞ്ഞി വിളമ്പുണ്ടല്ലോ, CHന്റെ ബോർഡ് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല ഡിവൈഎഫ്ഐക്കാർ കൊടിയും പിടിച്ചിട്ടാണ് ഈ ഹോസ്പിറ്റലിലേക്ക് കയറുന്നത്. എന്ത് വിഡ്ഢിത്തരാണ്! എന്തെങ്കിലും വിളിച്ചു പറയാ നിങ്ങളെ മന്ത്രിയാക്കി ഞങ്ങളാണ്, ഞങ്ങളെ വോട്ടോടെ നിങ്ങൾ മന്ത്രി വെക്കുന്നത്. അപ്പൊ ചോദിക്കും നിങ്ങളാ വോട്ട്. ഇവിടെ ജനാധിപത്യ മര്യാദയിലൂടെ വോട്ട് വാങ്ങി നിങ്ങൾ ജയിച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി മര്യാദ പണിയെടുക്കുക. അല്ലാതെ ഇജാതി ഡയലോഗ് വെച്ച് നാട്ടിനെ പറ്റിക്കാൻ വരരുത്. ഡിവൈഎഫ്ഐക്കാര് ചെയ്യുന്ന പ്രവൃത്തി സ്വാഗതാവർഗമാണ്. എല്ലാ ജാതി മത ഭേദമല്ല, എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ വിഭാഗക്കാരും പറയുന്നത് സ്വാഗതം ചെയ്യണം. എല്ലാരും വാങ്ങി തിന്നുണ്ട്. നല്ല ഭക്ഷണം ഞാൻ കണ്ടതല്ലേ, നല്ല ഭക്ഷണം ഓരോ വീട്ടുകാരും കൊണ്ടു കൊടുക്കുന്നത്, സന്തോഷത്തോടെ കൊടുക്കുന്ന ഭക്ഷണമാണത്. അതിന് തുരങ്കം വെക്കല, പൊന്നാർച്ച കൊച്ചാവല്ല, സ്വയം കൊച്ചാവല്ല നിങ്ങൾ. പ്ലീസ് ദൈവത്തെ ഓർത്ത് അതിനൊന്നും തുരങ്കം വെക്കല്ല. ഹോസ്പിറ്റലിനകത്തല്ല, ഹോസ്പിറ്റലിന് പുറത്തും ആരോഗ്യ മേഖലയില് രാപ്പകലില്ലാതെ നിങ്ങൾ ഓടണതിന് നിങ്ങൾ ഓണറിന് എന്ന ശമ്പളമൊക്കെ തരുന്നുണ്ട്. മറ്റുള്ളവർ കൊടുത്തോട്ടേന്ന്. അങ്ങനെ തന്നെയല്ല ഇവിടെ സംഘടന എന്തിനാ? സന്നദ്ധ സംഘടനകളും ഇതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകളൊക്കെ എന്തിനാണ് ആവശ്യം? ഒക്കെ കൊടുക്കണം. ഇവിടെ നമ്മൾ കണ്ടതല്ലേ പ്രളയം വന്നപ്പോ ഏതൊക്കെ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അതിന് തുരങ്കം വെക്കല്ലേ. ചെയ്യുന്ന പ്രവർത്തി ഒരാൾ ചെയ്യുമ്പോൾ, ഒരു പാർട്ടിക്കാർ ചെയ്യുമ്പോഴല്ലേ മറ്റൊരു ആവേശം ഉണ്ടാവും, ഒരു സംഘടന ചെയ്യുമ്പോൾ മറ്റേ സംഘടനക്ക് ആവേശം ഉണ്ടാവും. അങ്ങനെ കൊടുക്കട്ടെ. ഭക്ഷണം കിട്ടാതെ ആരും മരിക്കാതിരിക്കട്ടെ, ഭക്ഷണം കിട്ടാതെ ആളുകൾ പ്രയാസപ്പെടാതിരിക്കട്ടെ. ഇത് ഭക്ഷണം കൊടുക്കുമ്പോ ഡിവൈഎഫിന്റെ ഭക്ഷണമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് ഒരു ലീഗർ പറഞ്ഞിട്ടില്ല. ലീഗർ കൊടുക്കുന്ന CHന്റെ പേരിൽ കൊടുക്കുന്ന കഞ്ഞി ഒരു രാഷ്ട്രീയക്കാരും ഒരു മാർക്സിസ്റ്റും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. RSS ആ മുസ്ലിമിന്റെ കഞ്ഞിയാണോ, മുസ്ലിമിന്റെ വീട്ടിൽ നിന്നാണോ നിങ്ങൾ ഞങ്ങൾക്ക് തരണ്ട, ഹിന്ദുക്കളെ വീട്ടിൽ നിന്നാണോ തരണ്ടെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഇത് ജാതി മത ഭേദമന്യേ സ്നേഹമുള്ള എല്ലാ മനുഷ്യകുലങ്ങളും ഈ ഡിവൈഎഫ്ഐക്ക് പൊതിയെ ഏൽപ്പിക്കുന്നുണ്ട്, ലീഗർ വരെ ഏൽപ്പിക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാർ വരെ ഏൽപ്പിക്കേണ്ട. അതൊക്കെ ഹൃദയത്തിൽ മനഃശുദ്ധിയുള്ളവരാ, ഹൃദയശുദ്ധിയുള്ളവരാണ്. ഞങ്ങൾ ഇതുപോലെ കിടന്നിട്ട് ഒരുപാട് ഭക്ഷണം ഞങ്ങൾക്ക് മറ്റുള്ളവർ കൊടുന്നു തന്നിട്ടുണ്ട്. അവിടെ എന്തിനാണ് ഇജാതി തുരങ്കം വെക്കള്? പൊന്നാരച്ചങ്ങാതി ഇത് പറയാതിരിക്കാൻ വയ്യ. കാരണം നിങ്ങളൊക്കെ കുറച്ച് ക്വാളിറ്റി വേണ്ട പൊന്നാര മന്ത്രിയെ. എന്തെങ്ങൾ വായി തോന്നുന്നു കോതൊക്കെ പാട്ടുന്നത് എന്തും പറയാ. ഇന്ന് നിങ്ങൾ കൊടുക്കി ആലപ്പുഴയിൽ കൊടുക്കരുത് തുടങ്ങി അവിടെ വേണ്ടാഞ്ഞി. അതുപോലെ ഈ കേരളത്തിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും നിങ്ങൾ ഇതുപോലെ കമ്മ്യൂണിറ്റി കിച്ചനൊക്കെ ഉണ്ടാക്കിയിട്ട് സുലഭമായ ഭക്ഷണം കൊടുക്കുന്നു, കൂട്ടിരിപ്പവർക്ക് എല്ലാത്തവർക്കും ഒക്കെ കൊടുക്കി. സ്വാഗതം ചെയ്യാണ്. അതിനെന്തിനാ പിന്നെ സന്നദ്ധ സംഘടനകൾ കുടിക്കണ്? ഗവൺമെന്റ് കച്ചലാവിന് പൈസ ഇല്ലേ? ഞങ്ങൾ തരണില്ലേ? ഇൻകം തരണില്ലേ? ഞങ്ങളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന് GST ഉണ്ട് സഹോദര. ഇതൊക്കെ നിങ്ങളേക്ക് തരില്ലേ? പെട്രോൾ എത്ര ഞങ്ങൾ GST നിങ്ങൾക്ക്? ഒരു ദിവസം ഞാൻ അടിക്കുന്നുണ്ട് 300 രൂപേന്റെ പെട്രോള്. ഇന്ത്യ നിങ്ങൾ എത്ര പിടിക്കുന്നത്? നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരുന്നുണ്ടാ? അപ്പൊ ഇതൊക്കെ പാവങ്ങൾക്ക് വിനിയോഗിക്കും. ഒരാളും ഹോസ്പിറ്റലിൽ ചികിത്സ കിട്ടാതെ മരിക്കരുത്. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നിങ്ങൾ വലുതാക്കല്ലേ പ്ലീസ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്നറിയോ? ഒരു വില നിലവാരം, നമ്മളെ ഹോട്ടലൊക്കെ വില നിലവാര പട്ടിക വെക്കുന്നുണ്ട്, അതേമാതിരി വെക്കണം. ഈ ഹോസ്പിറ്റൽ ICUയിൽ ഇത്ര, പിന്നെ ഡോക്ടർ ഫീസ് എത്ര വാങ്ങുന്നത്? എത്ര 400-500 രൂപയാണ് ഓരോ ഹോസ്പിറ്റലിൽ ഫീസ് വാങ്ങുന്നത്. 1000-1500 രൂപ ഫീസ് വാങ്ങുന്നത്. അതിനൊക്കെ ഒരു തടയിടേ, അതിനൊക്കെ ഒരു ഏകീകരണ ഫീസ് ഉണ്ടാക്കി. ഇതൊക്കെയാണ് മിനിസ്റ്ററെ കൊണ്ട് ചെയ്യാൻ പറ്റിയത്. ഇതൊക്കെ ചെയ്യണം.
സ്ട്രൈക്ക് വന്നോട്ടെ, ഹോസ്പിറ്റലിൽ ഇവർ നിൽക്കട്ടെ. എത്ര കുട്ടികൾ വിദ്യാഭ്യാസം നേടിയവരുണ്ട് ഇവിടെ, എത്ര MBBS എടുത്ത കുട്ടികളുണ്ട് ഇവിടെ. ഈ ഡോക്ടർമാരെ കുത്തക അധികാരമൊക്കെ ഒന്ന് എടുത്തു കളി നിങ്ങൾ. ഇതൊരു പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മന്ത്രിസഭയൊക്കെ നിലകൊള്ളി. കുത്തക മുതലാളിമാർക്ക്, കുത്തക മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകാർക്കെല്ലാം നിങ്ങൾ അനുകൂലിച്ച് പറയേണ്ടത്. പാവപ്പെട്ട DYFIക്കാർ കൊടുത്തോട്ടെ ചങ്ങാതിയെ. കൊടുക്കണവർ കൊടുക്കണം. എന്തിനാ ഈ കുഷ്ഠരോഗികളമാതിരി മനസ്സ് വരുന്നത്? ഈ വല്ലാത്തൊരു കഷ്ടം പറയാതിരിക്കാൻ വയ്യ. പച്ചങ്ങ ഷെയർ ചെയ്തോളൂ ചങ്ങായിമാരെ. ഹോസ്പിറ്റലിൽ നടക്കണ നേരനായാട്ട് എന്താണെന്നറിയോ? ഇവരൊക്കെ ചെയ്യണം എന്തല്ല, പാവപ്പെട്ടവർ മിണ്ടൂല. ഹോസ്പിറ്റലിൽ പോകുന്നത് നിർദ്ധരായ ആളുകളാ, ഗതിയില്ലാത്തവരാ, പണമില്ലാത്തവരാ. അവരൊക്കെ ഭരിക്കണം അവിടെ. ഡോക്ടർമാര്, നഴ്സ്, അവിടുത്തെ മറ്റ് സ്റ്റാഫുകൾ, അവിടുത്തെ മറ്റ് ECG ഉണ്ടെങ്കിലും അവിടുത്തെ സ്കാനിങ് സെന്ററിന്റെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാര്, അതുപോലെ തന്നെ ലാബ് ഉദ്യോഗസ്ഥന്മാര്, എന്തൊരു സെക്യൂരിറ്റി വരെ ജനങ്ങളെ അവിടെ വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളോടും അവരെ കൂട്ടിരിപ്പവരോട് കാട്ടുന്ന പെരുമാറ്റം കണ്ടല്ല അടിച്ചു കൊല്ലാൻ തോന്നും. തമാസല്ല. നിയമൊക്കെ നമ്മൾ ചിലപ്പോൾ അവിടെ മാറ്റിക്കും. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളൊക്കെ ഞാൻ ഇതിന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു 3 മാസം എന്റെ അമോഷം കിടന്നിട്ട് അവിടെ വലിയ ഒച്ചപ്പാടം. ഇവര് ഞാൻ പറയും പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിച്ചിട്ട് എന്താ, ഈ ജനങ്ങളെല്ലാവരും പോലീസിനെ വിളിച്ചിട്ട് നെക്കിക്കൊല്ലാൻ നിങ്ങൾ തീരുമാനിക്കണ്ട. ആരോഗ്യ മേഖല നിങ്ങൾ സംരക്ഷിക്കണം. അത് പ്രിയപ്പെട്ട മുരളിയേട്ടനിക്ക്, എന്റെ മിനിസ്റ്റർക്ക് പറ്റുമെന്ന് തന്നെ വിശ്വസിക്കണം. ഇങ്ങനത്തെ തുരങ്കം വെക്കല, സ്വയം കൊച്ചാവല്ല പ്ലീസ്. നന്മകൾ നേരുന്നു. ആരോഗ്യമേഖല 5 കൊല്ലം കൊണ്ട് നിങ്ങൾ എന്താക്കണം, ഇവിടെ ഒരുപാട് മെഡിക്കൽ കോളേജ് ഇനി വരാം. ഉള്ള മെഡിക്കൽ കോളേജ് ഫെസിലിറ്റിയോട് കൂടി എല്ലാ ചികിത്സയും വേണം. ഇത് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരും ഓരോ സാധനങ്ങൾ. ഓപ്പറേഷന് സൂചി ഇല്ലാന്നറിയും, ഓപ്പറേഷന് മരുന്നില്ലാന്നറിയും, ഓപ്പറേഷൻ കമ്പില്ലാന്നറിയും. ഇതൊക്കെ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പണി. ഇതൊക്കെ ഒഴിവാക്ക്. എല്ലാം ഒരു മനുഷ്യൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവന് ഇറങ്ങുന്നത് വരെ അവനക്ക് ചികിത്സ ഫെസിലിറ്റിയോട് കൂടിയിട്ട് അവനക്ക് 1 രൂപ ചെലവില്ലാണ്ട് അവൻ ഹാപ്പി ആയിട്ട് ഇറങ്ങണം. ആ പണി നോക്കി അതിന് നമ്മൾ ഫിക്സ് ചെയ്തിട്ടു പ്രവർത്തിച്ചോളി. ഇന്ന് അടുത്ത 5 കൊല്ലം ഭരിക്കാം. ഓക്കെ, ബൈ.